ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വക്കീലിന്റെ വരവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പുതിയ ഒരു ദിശാബോധം നൽകിയത്. 1917 ബീഹാറിലെ ചമ്പാരനിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കപ്പെട്ടു. ചമ്പാരൻ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ ഏടായി എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിൽ സ്വന്തം ഭൂമിയിൽ കർഷകർക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യാൻ അന്ന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പകരം ഉയർന്ന നികുതി കൊടുത്തുകൊണ്ട് നിലം കൃഷി ചെയ്യാൻ അവർ നിർബന്ധിതരായി. ഇത് കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. അവരുടെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ പൊറുതിമുട്ടി തുടങ്ങി. ഇതറിഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചമ്പാരനിലെത്തി. കർഷകരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദിക്കാൻ കർഷകർക്ക് വലിയ പേടിയായിരുന്നു. കാരണം തോക്കേന്ത്യ ബ്രിട്ടീഷുകാർ കർഷകരോട് നിർദ്ദയമായ നിലപാടുകൾ എടുത്തിരുന്നു. കാഴ്ചയിൽ വെടിവെക്കാനൊക്കെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. എന്നാൽ മോഹൻദാസ് അവർക്ക് ആത്മധൈര്യം പകർന്നു. ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ അനുഭവ പാഠങ്ങൾ മുഴുവൻ ഉള്ളിൽ ജീവിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കർഷകർക്ക് നേതൃത്വം നൽകി. ഭയമാണ് നമ്മെ അടിമപ്പെടുത്താൻ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ ഇഷ്ടമുള്ളത് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണം. ഭരണകൂടത്തിന് നിങ്ങളുടെ ശരീരത്തെ തടവിലാക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാനോ സ്വാതന്ത്ര്യ ദാഹത്തെ ഇല്ലാതാക്കാനോ കഴിയില്ല. മോഹൻദാസ് അവരോട് ആത്മവിശ്വാസത്തോട് പറഞ്ഞു. അവരിൽ ആത്മവിശ്വാസത്തിൻ്റെ ശക്തി അദ്ദേഹം കുത്തിവെച്ചു. ഗാന്ധിജിയുടെ വാക്കുകൾ കർഷകർക്ക് വലിയ ആത്മവിശ്വാസം പിന്നീട് പകർന്നു. അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും പാതയിൽ ഗാന്ധിജി അവരെ മുന്നോട്ട് നയിച്ചു. ചമ്പാരനിലെ സമരം വലിയ വിജയമായി. ചമ്പാരൻ സത്യഗ്രഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടി മനസ്സിലെ ഭയത്തെ ഒഴിവാക്കുകയാണ് എന്ന സത്യം ചമ്പാരനിലെ കർഷകർക്കും ബോധ്യപ്പെട്ടു. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾക്കും ബോധ്യപ്പെട്ടു. സ്വാതന്ത്ര്യം എന്നത് ഒരു രാഷ്ട്രീയ അവകാശം മാത്രമല്ല, അതെല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഭയമില്ലാതെ അഭിമാനത്തോടെ നട്ടലോടെ തലയുയർത്തി ജീവിക്കാൻ സ്വാതന്ത്ര്യം നമുക്ക് കൂടിയേ തീരൂ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമ്മളെപ്പോഴും പറയും സ്വാതന്ത്ര്യം അപകടത്തിലാണ്. നിങ്ങൾ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് അത് സംരക്ഷിക്കൂ. ഫ്രീഡം ഈസ് ഇൻ ഡേഞ്ചർ, പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ഡേഞ്ചേഴ്സ് എന്ന വിവരമുള്ള ആൾക്കാർ പറയും. സ്വാതന്ത്ര്യം അപകടത്തിലാക്കാൻ അത് ഇപ്പോഴായാലും എപ്പോഴായാലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം സ്വാതന്ത്ര്യം പ്രാണവായുവിനേക്കാൾ പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ.